തിരുവല്ലയിൽ നിന്ന് വരികയാണ്. 2 ദിവസമായിട്ട് ഗുരുവായൂർ താമസമാണ്. ഗുരുവായൂരപ്പൻ്റെ കൂടെ ഓണം ഉണ്ണാനായിട്ടാണ് ഇവിടെ തങ്ങുന്നത്. ഓണം ഉണ്ണാനായിട്ട് ഭയങ്കര ഹെവി ക്യൂ ആണ് ഇപ്പോഴേ നടക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഓണസദ്യ, 7 വർഷത്തിനിടെ ആദ്യമായിട്ട് ഓണസദ്യ കഴിക്കുന്നത്. ഗുരുവായൂരപ്പന് മുമ്പ് വരുന്നത്. കഴിഞ്ഞ വർഷം വരെയും വീട്ടിലാണ് ഓണസദ്യ ഓണസദ്യ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം ഇവിടെ ആകാമെന്ന് കരുതി അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ട് ഓണസദ്യ കഴിക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എപ്പോൾ വന്നു? ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇവിടെ റൂം എടുത്തായിരുന്നു. ക്യൂവിൽ നിന്ന് തൊഴുത്ത് ഭയങ്കര തിരക്കാണ്. പേരാതിര, വരുന്നത് കൈപ്പറമ്പെന്നാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓണത്തിന് വരുന്നത്. ഇതുവരെ ഞങ്ങൾ ഇത്രയും തിരക്കായതുകൊണ്ട് വരാറില്ല. ഫസ്റ്റ് ടൈമാണ് ഇന്ന് വന്നിട്ട് ഇപ്പോൾ തൊഴുത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡിനാണ് നിൽക്കണത്. പിന്നെ ഇനി വൈകുന്നേരം വരെ ഇവിടുത്തെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കണ്ടിട്ട് പോകണം എന്നാണ് വിചാരിക്കണത്. അതെ അതെ അതെ, എല്ലാവരും ഉണ്ട്. അമ്മ, വല്യമ്മ എല്ലാവരും ഉണ്ട്. എല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങളും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു. പിന്നെ സന്തോഷമായി, നന്നായി തൊഴാൻ പറ്റി. തിരക്കുന്ന് കുറച്ച് കുറവ് പോലെ തോന്നി, മഴ കാരണം. സന്തോഷം. ഓണസദ്യ കഴിച്ചിട്ടേ പോകുള്ളൂ. ആദ്യമായിട്ടാണ്, വലിയൊരു ഇതെല്ലാം ഞാൻ ഓണത്തിൻ്റെ അന്ന് വരുന്നത് ആദ്യമായിട്ട്. വരലുണ്ട്. ഞങ്ങൾ ഓണത്തിന് ആദ്യമായിട്ടാണ് സദ്യ കഴിക്കണം. തൊഴുത് പോവും എന്നല്ലാണ്ട് സദ്യ അങ്ങനെ കഴിക്കാറില്ല. ആദ്യ കയറി എല്ലാം കഴിഞ്ഞു. നേരത്തെ 4 മണിക്കെത്തി. പേര് പ്രിയ, തിരുവനന്തപുരം. ഇന്നലെ രാത്രി തൊഴുതു. ഇന്നലെ രാത്രിയും തൊഴുതു, ഇന്നും തൊഴുതിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തൊഴുതിട്ടുണ്ട്. സന്തോഷമായി. ഞങ്ങൾ ഇന്നലെ പെട്ടെന്ന് തൊഴുതത് ഞങ്ങൾക്ക്. പക്ഷേ ഇന്നൊരു 2-2.5 മണിക്കൂർ നിന്നിട്ടുണ്ട്. ഓണസദ്യ കഴിക്കാൻ നിൽക്കുവാണ്. ഇല്ല, നാളെ